CPM പ്രവർത്തകൻ പുന്നോൽ ഹരിദാസൻ കൊലപാതക കേസിൽ കണ്ണവം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. പ്രതി ലിജേഷിന്റെ ബന്ധു കൂടിയായ സുരേഷിന്റെ ഫോണും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. അതേസമയം കേസിൽ കസ്റ്റഡിയിലെടുത്ത നിജിൽ ദാസിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തലശ്ശേരിയിൽ നിന്ന് ഷൽന ചേരുന്നുണ്ട്. ഷൽന, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ണവം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സുരേഷിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത നിജിൽ ദാസിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. എന്ത് കാരണത്തിലാണ് പോലീസിന്റെ ഇത്തരമൊരു നടപടി? അർജുൻ ഹരിദാസ് വധക്കേസിൽ കണ്ണവം പോലീസ് സ്റ്റേഷന്റെ പോലീസുകാരൻ സുരേഷിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ സുരേഷ് ലിജേഷിന്റെ ബന്ധുവാണ്. അപ്പോൾ ബന്ധു കൂടിയ സുരേഷിന്റെ ഫോണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. കാരണം കൊലപാതകത്തിന് അരമണിക്കൂർ മുൻപ് ലിജേഷും സുരേഷും തമ്മിലുള്ള സംസാരിച്ചതായി വ്യക്തമായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഫോൺ കസ്റ്റഡിയിലെടുത്തത്. വാട്സപ്പ് കോളിൽ 4 മിനിറ്റ് നേരമാണ് സംസാരിച്ചത്. പിറ്റേന്നും ലിജേഷും സുരേഷും സംസാരിച്ചിരുന്നു. ആദ്യം അന്വേഷണ സംഘം ഫോൺ സംഭാഷണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് നിഷേധിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് സുരേഷിന്റെ കോൾ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ലിജേഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഫോൺ പരിശോധിച്ചപ്പോഴാണ് രാത്രി 1 മണിക്ക് സുരേഷും 4 മിനിറ്റോളം സംസാരിച്ചതായി വ്യക്തമായത്. ലിജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ നമ്പർ മാറി വിളിച്ചതാണെന്നാണ് പറയുന്നത്. ഇത് അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇത്തരത്തിൽ സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം നിഷേധിക്കുകയും പിന്നീട് ലിജേഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ 4 മിനിറ്റോളം സംസാരിച്ചതായി വ്യക്തമായതിനെ തുടർന്നാണ് ഈ അന്വേഷണ സംഘം വീണ്ടും സുരേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ ഇത്തരത്തിൽ ഈ കോൾ ഡീറ്റെയിൽ ഡിലീറ്റ് ചെയ്തത് ഇങ്ങനെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഫോൺ കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തത്. വീണ്ടും ഇന്ന് സുരേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പക്ഷേ ലിജേഷ് പറയുന്നത് ഇത് നമ്പർ മാറി വിളിച്ചത് മാത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് വീണ്ടും സുരേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഈ ഹരിദാസിനെ വധിക്കാൻ മുൻപും കൊലയാളി സംഘം പദ്ധതിയിട്ടിരുന്നതായാണ് ഇപ്പോൾ അറസ്റ്റിലായ വിമിലിന്റെ കുറ്റസമ്മത മൊഴി. നേരത്തെ ഫെബ്രുവരി 14 ഹരിദാസിനെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഈ ഗൂഢാലോചനയെ കുറിച്ച് ഇപ്പോൾ വിമിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 14 പദ്ധതിയിട്ട് കൊലയാളി സംഘത്തെ തയ്യാറാക്കിയിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. രാഷ്ട്രീയ വൈരാഗ്യം കാരണം ഗൂഢാലോചന നടത്തിയാണ് ഹരിദാസിനെ കൊലപ്പെടുത്തിയതെന്നാണ്. പ്രതികൾ BJP RSS പ്രവർത്തകരാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത നിജിൽ ദാസിനെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഒരു ദിവസം മുഴുവനായും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം വിട്ടയച്ചതായി പോലീസ് പറയുന്നുണ്ട്. ഇനി ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അർജുൻ, ഷൽന, ഇന്നലെ ഈ കേസന്വേഷണ പുരോഗതി വിലയിരുത്താൻ കണ്ണൂരിൽ പോലീസിന്റെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം IG അശോക് യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കേസിൽ കൃത്യം നടത്തിയവരെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ്. മാത്രമല്ല, ഈ സംഭവം നടന്ന ആദ്യ ദിവസം തന്നെ 4ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഈ കൃത്യം നടത്തിയ ഈ കൊലയിൽ നേരിട്ട് പങ്കെടുത്തവരുടെ അറസ്റ്റ് നടപടികൾ വൈകുകയാണ്. അതിന് കാരണമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? അർജുൻ, ഈ 4 പേർ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് 4 പേരാണ് ഈ കൃത്യം നടത്തിയതെന്നാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവരുടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത നിജിൽ ദാസിന്റെ കൊലയാളി സംഘവുമായി ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചത്. പക്ഷേ കാര്യമായ വിവരങ്ങൾ നിജിൽ ദാസിൽ നിന്നും ലഭിച്ചിട്ടില്ല. കൃത്യമായൊരു ആദ്യമൊക്കെ പോലീസ് വിചാരിച്ചത് നിജിൽ ദാസിലൂടെ കൊലയാളി സംഘത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. പക്ഷേ അത്തരത്തിലൊരു നിജിൽ ദാസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല. അല്ലെങ്കിൽ നിജിൽ ദാസ് കൂടുതൽ ഈ കാര്യത്തിൽ പങ്കുള്ളതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കൃത്യം ആസൂത്രണം ചെയ്ത 4 പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘം പരമാവധി ശക്തമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഈ കുന്നോൾ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൾ ഈ സംസ്ഥാനം വിട്ടുപോകാതിരിക്കാനുള്ള എല്ലാ
പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു, പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ 4 പേർ കൃത്യം നടത്തിയ 4 പേർക്കായി എല്ലാ തരത്തിലും പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആരും കസ്റ്റഡിയിലില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ കൂടുതൽ കൊലയാളി സംഘത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താനാകും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 6 ടീമുകളായി തിരിഞ്ഞ് ഈ തലശ്ശേരിയിലും അതുപോലെ തന്നെ ന്യൂമാഹി മേഖലകളിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ IG അശോക് യാദവ് പറഞ്ഞതുപോലെ തന്നെ പ്രതികളെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് അതുപോലെ തന്നെ പിടികൂടിയതായി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അർജുൻ.